ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും ലൈഫ് ഹാക്കിലേക്ക് സ്വാഗതം. വീട് അതെങ്ങനെയൊക്കെ നിർമ്മിച്ചാലും ചിതൽ അത് ഏതു വിധേനയും കയറുമെന്നാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇനി നമുക്ക് ചിതൽ ശല്യം ഒഴിവാക്കാനുള്ള ചില പൊടിക്കൈകളൊക്കെ നോക്കാം. മണ്ണ് വീടുകളുടെയും ഓലപ്പുരകളുടെയും സ്ഥാനത്ത് ഇന്ന് കണ്ടംപററി വീടുകൾ വന്നെങ്കിലും ചിതലിന് മാത്രം ഒരു മാറ്റവുമില്ല. ഒന്ന് കണ്ണടച്ചാൽ ചിതൽ കയറും എന്നതാണ് അവസ്ഥ. വീട്ടമ്മമാരുടെ ഉറക്കം കെടുത്തുന്ന ചിതലിനെ തുരത്താൻ വിപണിയിൽ പല രാസവസ്തുക്കളും ലഭ്യമാണ്. പക്ഷേ ഇവയുടെ ഉപയോഗം പലപ്പോഴും നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകും. ചിതലിനെ തുരത്താൻ ധാരാളം പ്രകൃതിദത്ത മാർഗങ്ങളുണ്ട്. നമ്മുടെ ആരോഗ്യം നശിപ്പിക്കാതെ തന്നെ അവ ഉപയോഗിച്ച് നമുക്ക് ചിതലിനെ തുരത്താവുന്നതാണ്. അതിനു മുന്നേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇടയ്ക്കിടെ വീട്ടിൽ ചിതൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക. വീടിനോട് മുട്ടി നിൽക്കുന്ന മരച്ചില്ലകളൊക്കെ മുറിച്ചു മാറ്റുക. വീട് എപ്പോഴും ഈർപ്പരഹിതമായിരിക്കാൻ ശ്രദ്ധിക്കണം. വീടിന്റെ പരിസരത്ത് നിൽക്കുന്ന ഉണങ്ങിയ മരങ്ങളൊക്കെ നശിപ്പിച്ചു കളയുക. ഇടയ്ക്കിടയ്ക്ക് വീട് നന്നായി വൃത്തിയാക്കുക. പൊടി ഒരു കാരണവശാലും വീട്ടിൽ തങ്ങി നിൽക്കാൻ അനുവദിക്കരുത്. മര ഉൽപ്പന്നങ്ങൾ വീട്ടിൽ നനവില്ലാത്ത ഭാഗത്ത് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. വീട്ടിൽ ആവശ്യമില്ലാത്ത സുഷിരങ്ങളും ചെറിയ ഹോളുകളും ഒക്കെ ഉണ്ടെങ്കിൽ അവ നിർബന്ധമായും അടയ്ക്കുക. ഗുണമേന്മയില്ലാത്ത രാസവസ്തുക്കൾ ചിതലിൽ നിന്നും സംരക്ഷണം നേടാൻ ഉപയോഗിക്കാതിരിക്കുക. വീടിന് സമീപം മരവസ്തുക്കൾ സൂക്ഷിക്കാതിരിക്കുക. ഇനി ചിതലിനെ തുരത്താൻ വേണ്ട പ്രകൃതിദത്ത മാർഗങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. കായം. ഒരു കപ്പ് വെള്ളമെടുത്ത് അതിൽ 2 സ്പൂൺ കായം കലർത്തി ചിതലുള്ള ഭാഗത്ത് തളിക്കാവുന്നതാണ്. വെളുത്തുള്ളി ചതച്ചത് എണ്ണയിലിട്ട് മൂപ്പിച്ച മിശ്രിതം ചിതലുള്ള ഭാഗത്ത് തളിച്ചാലും ചിതൽ പമ്പ കടക്കും. പെട്രോളിയം ജെല്ലി. ചിതലിന്റെ ആക്രമണം ഉണ്ടാകുമെന്ന് സംശയം തോന്നിയാൽ മര ഉൽപ്പന്നങ്ങളിൽ പെട്രോളിയം ജെല്ലി തേച്ചാൽ മതി. ചിതൽ പിന്നെ ആ വഴിക്ക് വരികയേയില്ല. ഇനി വിനാഗിരിയും ചിതലിനെ തുരത്താനുള്ള ഫലപ്രദമായ മാർഗങ്ങളിൽ ഒന്നാണ്. വിനാഗിരിയുടെ സാന്നിധ്യം ചിതൽ മുട്ടകളെ നശിപ്പിക്കുന്നു. മണ്ണെണ്ണ. ഇത് നമ്മൾ എല്ലാവരും ചെയ്യുന്ന കാര്യമായിരിക്കും. ചിതലിനെതിരെയുള്ള ഫസ്റ്റ് എയ്ഡ് ആണ് മണ്ണെണ്ണ. ഒരു പാത്രത്തിൽ മണ്ണെണ്ണ എടുത്ത് അതിലൽപ്പം കുമ്മായം കലർത്തി ചിതലുള്ള ഭാഗത്ത് തേക്കുക. ചിതൽ പമ്പ കടക്കും. കുമ്മായം ഇല്ലാതെ മണ്ണെണ്ണ നേരിട്ടും പ്രയോഗിക്കാം. ഇതായിരിക്കും അധികം ആൾക്കാരും ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് ടർപ്പൻ തൈലം നേർപ്പിച്ചത് ചിതലുള്ള ഭാഗത്ത് തളിക്കാവുന്നതാണ്. പിന്നെ ചിതലിനെ തുരത്താനുള്ള മറ്റൊരു മാർഗമാണ് ഓറഞ്ച് ഓയിൽ ചിതലുള്ള ഭാഗത്ത് തളിക്കുക. ആഴ്ചയിൽ 3 പ്രാവശ്യം ആവർത്തിക്കുക. ഓറഞ്ച് ഓയിൽ വീട്ടിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ എല്ലാവരുടെയും വീട്ടിലുള്ളൊരു സംഭവമായിരിക്കും, ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളുടെയും വീട്ടിലുള്ളതാണ് കറ്റാർ വാഴ. സൗന്ദര്യ സംരക്ഷണത്തിന് മാത്രമല്ല ചിതലിനെ കൊല്ലാനും ഫലപ്രദമായ മാർഗങ്ങളിലൊന്നാണ് നമ്മുടെ കറ്റാർ വാഴ. കറ്റാർ വാഴയുടെ നീര് വെള്ളത്തിൽ കലക്കി ചിതലുള്ള ഭാഗത്ത് തളിക്കുക. ചിതലിന്റെ ഉപദ്രവം ഇല്ലാതാകും. അപ്പോൾ എന്തായാലും ചിതലിനെ പമ്പ കടത്താനുള്ള ഈ മാർഗങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുമല്ലോ അല്ലേ? അപ്പോൾ അടുത്ത ലൈഫ് ഹാക്കുമായി വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ.